ഹേയ് സിനിമ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിൽ സ്വാഗതം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഷോ കണ്ടിരിക്കുകയാണ് നമ്മുടെ കളങ്കാവൽ. അപ്പോൾ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ സിനിമ നല്ല കിടിലൻ സിനിമയാണ്, ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ മമ്മൂട്ടിയുടെ അഭിനയം തന്നെയാണ്. സിനിമയെ പറ്റി നമ്മുടെ എന്ത് പറഞ്ഞാലും എടുത്തു പറയാൻ പറ്റുന്ന അഭിനയം തന്നെയാണ്. പിന്നെ നമ്മുടെ വിനായകൻ കട്ടക്ക് പിടിച്ചിട്ടുണ്ട്. പിന്നെ സിനിമ ഡയറക്ടർ ചെയ്തത് നമ്മുടെ ജിതിൻ കെ ആണ്. പിന്നെ വിനായകൻ, മമ്മൂട്ടി എല്ലാവരും ഉണ്ട്. പിന്നെ സിനിമാറ്റിക് ആണ് ഫൈസലാണ്, കിടിലൻ സിനിമാറ്റിക്കോഗ്രഫിയാണ്. പിന്നെ മ്യൂസിക് മുജീബ്, അത്യാവശ്യം നല്ല കിടിലം ചില ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. പിന്നെ നമ്മുടെ നില കായൽ വെളിച്ചം ആ പാട്ട് ഇടക്കിടക്കിടും, അത് നല്ല കിടിലൻ സാധനമാണ്. പിന്നെ മമ്മൂട്ടിയുടെ ഒരു വില്ലൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ്. നിങ്ങൾ എന്തായാലും പോയി കാണാം, കാരണം കഥ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, എനിക്കും അറിയാം. ഒരു സൈക്കോ പാത്ത് ഇങ്ങനെ സ്ത്രീകളൊക്കെ കൊല്ലുന്ന ഒരാൾ, അത് നമുക്ക് ടീച്ചറിൽ നിന്നും ട്രെയിലറിൽ നിന്നും മനസ്സിലാകും. പിന്നെ അല്ലാതെ കുറച്ച് കഥകളൊക്കെ കേട്ടുന്നുണ്ടോ. അപ്പൊ അത് തന്നെയാണ് കഥ. കഥയിൽ വേറെ പ്രത്യേകത ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ ഈ സ്റ്റോറി ലൈൻ. പിന്നെ സിനിമ പോണത് ഒരു സ്ലോ ബേസ്, അപ്പൊ നിനക്കൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഒരു സ്ലോ ബേസ്, കൊമേഴ്ഷ്യൽ അങ്ങനെയുള്ള എലമെന്റ് ഒക്കെ ആണ്. അപ്പൊ ഇത് മിക്കവാറും മമ്മൂട്ടിയുടെ ഒരു 100 കോടി പടം തന്നെ ആവണം, കാരണം അതിനുള്ള ഒരു സാധനങ്ങളുണ്ട്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണാം. പിന്നെ നമ്മുടെ മമ്മൂട്ടി കമ്പനിയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മമ്മൂട്ടി പടം ഉള്ള പോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പടം തന്നെയാണ്. പിന്നെ എടുത്തു പറയാനുള്ളത്, സിനിമ ഒരു 2-2.5 മണിക്കൂറുണ്ട്. പിന്നെ വിനായകൻ കിടിലം റോൾ തന്നെ ചെയ്തിരിക്കണം. അപ്പൊ 2025 അവസാനിക്കുകയാണ്. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് മമ്മൂട്ടി നമുക്ക് അവസാനം ഇങ്ങനെ ഒരു സംഭവം തന്നു, അതിലൊരു കിടിലം സാധനം തന്നെയാണ്. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട മമ്മൂട്ടി അഭിനയം തന്നെയാണ്. നമ്മുടെ കണ്ടിരിക്കുന്നു. പിന്നെ ആ കഥാപാത്രം ഒരു വെറുക്കുന്ന കഥാപാത്രമാണ്, കാരണം വില്ലൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു അന്യായ വില്ലൻ തന്നെയാണ്. പിന്നെ ട്വിസ്റ്റ് അത്യാവശ്യം കുഴപ്പമില്ല, അത് 1-2 സ്ഥലത്ത് ഇന്റർവൽ പഞ്ചൊക്കെ നല്ല രസമായിട്ടുണ്ട്. പിന്നെ ഈ സിനിമ നടക്കുന്നത് ഓരോരോ പാർട്ടായിട്ടാണ്, അതായത് കുറച്ച് അധ്യായങ്ങളായിട്ടാണ് സിനിമ. അങ്ങനെ ഒരു 8 അത്രയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ കൂടുതൽ സ്പോയിൽ ചെയ്യാനുള്ള, അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണാം. പിന്നെ എല്ലാം വർക്ക്സും ടെക്നിക്കൽ സൈഡൊക്കെ എല്ലാം കിടിലൻ തന്നെയാണ്. പിന്നെ ഒരു കോൺട്രസ്റ്റ് കാറുണ്ട്, അതിൽ മമ്മൂട്ടി ഇങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഓറ സംഭവങ്ങളൊക്കെയാണ്. പിന്നെ മ്യൂസിക് ഒക്കെ അടിപൊളിയാണ്, എടുത്തു പറയാൻ. അപ്പൊ എന്തായാലും തിയേറ്ററിൽ പോയി എല്ലാവരും പോയി കാണാം. പിന്നെ വുമൻസ് ആയിട്ട് അഭിനയിച്ച എല്ലാവരും കുറച്ച് നേരം ഉള്ളൂ, ഒരു 2-3. പിന്നെ കുറച്ച് സ്ത്രീകൾ, ഞാൻ സ്പോയിൽ ചെയ്യണം, കുറച്ച് സ്ത്രീകളാണ് ഇത്തിരി കൂടുതൽ നേരം ഉള്ളത്. പക്ഷെ വന്നിരിക്കണ എല്ലാവരും കുറച്ച് നമുക്ക് അറിയാത്തതും പുതിയതും ആയിട്ടുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ മോസ്റ്റ്ലി അവരുടെ അഭിനയം അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നു. ഒരു 21 വുമൻസ് മൊത്തത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് അവരുടേതായ കുറച്ച് പ്രാധാന്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മെയിനിൽ ഇങ്ങനെ നടക്കണം, ഒരു കേസ് അന്വേഷണം, ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡൊക്കെ പിടിച്ച് ഒരു സ്ലോ ബേസ് ആണ് മൊത്തത്തിൽ. പിന്നെ ക്ലൈമാക്സ് എസ്പെഷ്യലി നല്ല നൈസ് തന്നെയാണ്. കൊടൂരമെന്നൊന്നും പറയാനുള്ള, പക്ഷെ അത്യാവശ്യം നല്ല കിടിലം തന്നെയാണ്. നിങ്ങൾക്ക് എന്തായാലും പോയാൽ ആ ഒരു കാശ് മുടക്കിയതിൻ്റെ ഒരു ഇതെന്തായാലും കിട്ടും. അത്യാവശ്യം നല്ല കിടിലം സാധനം തന്നെയാണ്. അപ്പോൾ എല്ലാവരും പോയി തിയേറ്ററിൽ കാണാം. അപ്പോൾ എനിക്ക് കളങ്കാവലിനെ പറ്റി ഇത്ര പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റൊക്കെ ജസ്റ്റ് ഒന്ന് രേഖപ്പെടുത്താം. അപ്പോൾ നമുക്ക് അടുത്തൊരു റിവ്യൂ ആയിട്ട് കാണാം.